ഈശംസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ ദാവീദിനെ രാജാവായി വാഴിക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. സാവൂൾ രാജാവായി വാഴുകയാണ്. പക്ഷെ സാവൂളിൻ്റെ അകൃത്യങ്ങൾ ദൈവത്തെ അപ്രീതനാക്കി. ദൈവം സാമുവേലിനെ വിളിച്ച് പറയുകയാണ്, നീ കുഴലിലെ തൈലവുമായി പോയി ബത്ലഹേംകാരനായ ജസ്സയുടെ ഒരു മകനെ അഭിഷേകം ചെയ്ത് രാജാവാക്കണം. സാമുവേൽ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ഞാനെങ്ങനെ പോകും, ഞാനെങ്ങനെ പറയും, സാവൂൾ എന്നെ കൊന്നുകളയും. സാവൂൾ അത്ര ഒരു ഭീകരനായ മനുഷ്യനാണെന്ന് സാമുവേലിനറിയാം. ദൈവം പറയുകയാണ്, നീ പോ, ജസ്സയെ ഒരു ബലിയർപ്പണത്തിനായി വിളിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ജസ്സയെ ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. ജസ്സ ബലിയർപ്പണത്തിനായി വന്നു. അപ്പോൾ ഓരോ മക്കളും ഇങ്ങനെ മൂത്ത മക്കളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സാമുവേൽ പ്രവാചകൻ ഓർക്കുമ്പോൾ ഇവനായിരിക്കും അഭിഷേകം ചെയ്ത് രാജാവാകാൻ പോകുന്നവൻ. അങ്ങനെ ഓരോ മക്കളെയും വിളിച്ചു നിർത്തി അവരെ ഓരോരുത്തരെയും സാമുവേൽ വീക്ഷിച്ചു. ദൈവം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. പ്രബലന്മാരും ശക്തന്മാരും തടിയന്മാരും ഒക്കെ ആയ പലരെയും കൊണ്ടുവന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഇവരാരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അവസാനം സാമുവേൽ പ്രവാചകൻ ചോദിച്ചു, ഇനിയും മക്കളില്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു മകനും കൂടെ ഉണ്ട്, അത് ഇളയവനാണ്, അവനൊരു ആട്ടിടയനാണ്, അവനൊന്നിനും കൊള്ളത്തില്ല, അവനെ ആട് മേയ്ക്കാനൊക്കെ കൊള്ളുള്ളൂ, അതുകൊണ്ട് അവനിവിടെ ഇല്ല. പ്രവാചകൻ പറഞ്ഞു, അവനെ വരുത്തുക, അവൻ വന്ന് അവനെ കണ്ട ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെ സാമുവേൽ പ്രവാചകൻ്റെ ആവശ്യപ്രകാരം ദാവീദിനെ വരുത്തി. ഇങ്ങനെ ദാവീദ് വന്നു കണ്ടപ്പോൾ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇവനാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അങ്ങനെ അവനെ അഭിഷേകം ചെയ്യുകയാണ്. പ്രവാചകൻ കരുതിക്കൊണ്ടുവന്ന കുഴലിലെ തൈലം കൊണ്ട് ദാവീദിനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ദാവീദ് അഭിഷിക്തനായി ദൈവഹിതപ്രകാരം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു.